വെൽക്കം ബാക്ക്. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഒന്നിനൊരു സമയം കിട്ടിയിട്ടില്ല ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് ചൈനയിൽ TV വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ TVൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയുന്നൊന്നും കേൾക്കൂല, അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനു വേണ്ടി 3 ഉള്ളി, 3 തക്കാളി, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉമ്മ പറഞ്ഞ് നീ മുറിച്ച് വെക്ക്, ഞാൻ നിസ്കരിച്ചിട്ട് വരുന്ന കാരണം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മുറിച്ച് വെക്കുക, പിന്നെ കുഞ്ഞി കരയുമ്പോഴൊക്കെ വേഗം മുറിച്ച് വെച്ചെങ്കിൽ പിന്നെ ആ ഒരു പണി ഒഴിഞ്ഞ് കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് ഉള്ളി മുറിക്കാൻ ഭയങ്കര മടിയാണ്. ഈ കണ്ണ് എത്തുന്നതുകൊണ്ട് ഉള്ളി മുറിക്കാൻ ഇഷ്ടമേ അല്ല. പിന്നെ ഞാൻ ചുമ്മാ നിസ്കരിക്കുന്നതല്ലേ, ഏതായാലും വേഗം മുറിച്ച് വെച്ചാൽ വേഗം പണി കഴിയുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം ഉള്ളിയെല്ലാം വേഗം മുറിച്ച് വെക്കാന്ന്. പിന്നെ അനിയത്തി ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതേ ഇല്ലു. അങ്ങനെ മുറിച്ചിട്ടെല്ലാം വെച്ച് തൊലി അലിഞ്ഞിട്ടെല്ലാം വെക്കുമ്പോൾ കുഞ്ഞ് കയറുമ്പോൾ പിന്നെ ഓൾ ഉക്കത്തെടുത്തിരുന്ന, എന്തായാലും ഉക്കത്തെടുത്തിരുന്നാൽ മുറിക്കുന്നത് നടക്കൂല. അങ്ങനെ ഓളെന്തൊക്കെ അനിയത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പൊതുവെ ഉള്ളി മുറിക്കാൻ നിൽക്കില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളി മുറിച്ചാൽ തടിങ്ങനെയാന്ന് ഉമ്മ എപ്പോഴും വരാതെ പറയും. അതുകൊണ്ട് ഞാൻ ഉള്ളി മുറിക്കാൻ അങ്ങനെ നിൽക്കലില്ല. പിന്നെ ഉമ്മ നിസ്കരിക്കുന്നതിൽ കൂടെ ഞാൻ വെച്ച് എന്നാൽ മുറിച്ചേക്കാം. അതിൻ്റെ ഇടയിൽ ഉമ്മ വന്ന് ബാക്കിൽ തന്നെ അനിയത്തി കുഞ്ഞിനെയും കൊണ്ടിത്തന്ന് കരയുന്നുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച് ഒക്കെ റിസ്ക് ചൂടുവെള്ളത്തിൽ പോറ്റിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. രാത്രി അങ്ങനെ പൊതുവെ വെക്കുമ്പോൾ അതൊന്നും കൊടുക്കലില്ല, പേടിയാണ് എനിക്ക് കൊടുക്കാൻ. അങ്ങനെ രാത്രി ഒന്നും കൊടുക്കലില്ല, വൈകുന്നേരം വരെ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് നോക്കി ഞാൻ കൊടുക്കും. അങ്ങനെ ഇപ്പം വിശക്കുന്നിട്ട് കരയുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ റിസ്ക് ചൂടുവെള്ളത്തിൽ പോറ്റി കൊടുത്തതാണ്. അവൾ തിന്നിട്ടുമില്ല. അങ്ങനെ ഉമ്മയുടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട്. നേരത്തെ മുറിച്ച് വെച്ച് ഉള്ളി അത് ആടെ തന്നെ ഉണ്ട്, അത്ര തന്നെ അതൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ അനിയൻ ഇതിടെ കിടന്ന് TV വെക്കാമെന്ന്. എനിക്ക് TV പ്രാന്താണ്. TV കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട, എനിക്ക് TVൻ്റെ മുന്നിൽ തന്നെയാണ്. അപ്പം ഉമ്മ ഇവിടെ ചിക്കൻ ഇതാ കഴുകി വെച്ചിട്ടുണ്ട്, നെയ്ച്ചോറ് തീമ വെച്ചിട്ടുണ്ട്. ഉമ്മ ഇന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് എല്ലാ മസാലപ്പൊടിയും ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇടുക, എല്ലാ മസാലപ്പൊടികളും, പിന്നെ സിർക്ക, ഉപ്പ്, പിന്നെ ഇച്ചിരി ഓയിൽ, നിങ്ങൾ ഏതാ ഓയിൽ ഉപയോഗിക്കുന്ന ആ ഓയിൽ ഇട്ടിട്ടായിട്ട് നമ്മളെ ചിക്കൻ ഉണ്ടാക്കാന്ന് വെച്ചെങ്കിൽ എല്ലാം ഇട്ട് കൊടുത്ത് നല്ല മാതിരി മിക്സാക്കി എടുക്കണം. അതിങ്ങനെ പിടിക്കുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണം. പിന്നെ ഇത് ഒഴിക്കണത് സോയാ സോസ്, അത് ഉമ്മാക്ക് വിട്ടുപോയി ഒഴിക്കാൻ. പിന്നെ ലാസ്റ്റ് ഉമ്മ ഒഴിച്ചിട്ട് സോയാ സോസ് ഒഴിച്ചിട്ടായിട്ടാണ് നല്ല മാതിരി മിക്സാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം, നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പം ചില ആൾ പറയുന്നുണ്ട് സംസാര രീതി മാറ്റണമെന്ന് കുറേ ആൾ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇങ്ങനെയും സംസാരിക്കാൻ അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും ഇങ്ങനെല്ലാം ഇതാക്കുന്നതും. ഞാൻ പൊതുവേ സംസാരിക്കാത്ത ഒരാളാണ്. സംസാരം കുറവാണ്, എനിക്ക് ആവശ്യത്തിന് സംസാരിക്കുന്നതല്ലാണ്ട് മറ്റു ചില സംസാരിക്കൽ കുറവാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു വെള്ളം പോലത്തെ കറിയല്ല, ഒരു വറ്റിച്ച പോലെ വെക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി. അപ്പോൾ അതിന് വേണ്ടി ഉള്ളി അരച്ചിട്ട് നല്ല പോലെ ബാട്ടിയിട്ട് ആ പച്ചമണം പോയതിന് ശേഷം തക്കാളിയും പച്ചമുളകും അരച്ചെടുത്തിട്ടായിട്ട് അതും മിക്സിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ബാട്ടിയെടുക്കണം. ആ ഒരു പച്ചമണമെല്ലാം പോകണം. പിന്നെ മസാലപ്പൊടി ഇട്ടിട്ടായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടില്ലേ, ആ ചിക്കൻ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേറെ എന്ത് പണിയില്ല. നല്ല ബന്ധതിന് ശേഷം നല്ല റെഡിയാക്കി എടുക്കുക. പിന്നെ മല്ലിച്ചപ്പും കച്ചപ്പലയും ഇടണം കേട്ടോ ലാസ്റ്റ് അതിൻ്റെ മേത്തെ. അപ്പോൾ നമ്മൾ കറി അവിടെ റെഡിയായി. അപ്പോൾ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും കൂട്ടി നമുക്ക് നല്ല പാനിൽ വേവിക്കാം. എപ്പോഴും പത്തൽ തന്നെയാണ്. അപ്പോൾ ഉമ്മാനോട് അമ്മ പറഞ്ഞ് പത്തിൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ എന്നാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയതിന്. അതിൻ്റെ അനിയത്തിക്ക് പത്തൽ നിർബന്ധമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തൽ. ദോശ, നെയ്പ്പത്തൽ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല അവൾ എത്ര 3 നേരം പത്തൽ കൊടുത്താൽ അവൾ 3 നേരം പത്തലൊന്നും അങ്ങനത്തെ ഒരു പെണ്ണാന്നോള്. അങ്ങനെ നമ്മൾ TV നോക്കിക്കൊണ്ട് തിന്നാന്ന്. പൊള്ളുന്ന കൈസ്, അതാണ് തിന്നാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തന്നതിന് ശേഷം തിന്ന് പിന്നെ നമ്മൾ TV ഒക്കെ നമുക്ക് പിന്നെ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പിറ്റേന്ന് രാവിലെയാണ് അനിയന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് TV നോക്കാന്ന്. ഉമ്മയുടെ കുഞ്ഞിക്ക് തിന്നാൻ കൊടുക്കാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ നനച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് നനക്കാൻ വേണ്ടിയിട്ട് പോയി. നനച്ചിട്ട് വരുമ്പോഴേക്ക് കുഞ്ഞ് കരഞ്ഞ്. അങ്ങനെ ഞാൻ ഓളെ കടത്തി ഉറക്കാന്ന്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് കുഞ്ഞിനെയും കൊണ്ട്. നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാന്ന്. വെളിങ്ങനെ ഒരുങ്ങലൊന്നുമില്ല, ഒരു ലിപ്സ്റ്റിക്ക് ഇടും, കാര്യമായിട്ടൊരു ലിപ്സ്റ്റിക്ക്, സൺസ്ക്രീം, ഇത് രണ്ടേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ അങ്ങനെ ബലൂണൊന്നും ഉപയോഗിക്കില്ല. പിന്നെ ഫൗണ്ടേഷൻ എവിടെയെങ്കിലും മംഗലത്തിനെല്ലാം പോകുമ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ ഉപയോഗിക്കും. പിന്നെ മസ്കാര, പിന്നെ വേറൊരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്.
ഇതൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല. കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്, നല്ല നല്ല ഷെയ്ഡ്, നമ്മുടെ സ്കിന്നിന് പറ്റിയ നല്ല ഷെയ്ഡാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കില്ല. ഇതിലുള്ള ബോഡി ലോഷനും സ്പ്രേയും പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളാണ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല ഇതിൽ. അപ്പോൾ നമുക്ക് ഒരുങ്ങാം. അങ്ങനെ ഒരുങ്ങി നമ്മൾ പോവാന്ന്. അപ്പോൾ അനിയത്തിയുണ്ട്, ഓൾ അടയ്ക്കുകയും ജോലിക്ക് പോകാമെന്ന്. അങ്ങനെ അവളെ പുതിയ ഡ്രസ്സ് ഇട്ടതാണ്. അങ്ങനെ 2-3 ഫോട്ടോസ് എല്ലാം എടുത്ത് അവിടുന്ന് പിന്നെ റിക്ഷ കയറി നമ്മൾ നേരെ ലാബിൽ പോയി. ലാബിൽ നിന്ന് കുഞ്ഞിൻ്റെ മലൻ്റെ സ്റ്റാൻഡിലെ ബോട്ടിലെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ അബിലി മിൽക്ക് കുടിക്കാൻ പോയി. അബിലി മിൽക്ക് കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പുരയിലേക്ക് വന്ന്. പുരയിൽ വന്നിട്ട് പിന്നെ എന്താ പറയല്, കുഞ്ഞിക്ക് ഞാൻ ചെറിയരി കഞ്ഞി ജ്യൂസ് അടിച്ചിട്ടാണ് കൊടുക്കല്. ഇപ്പോൾ ആ സമയം പൈതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചാൽ ബേബി ബിറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ വെച്ചിട്ട് ബേബി ബിറ്റ് ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ അത് കുറുക്കിയിട്ടൊക്കെ കൊടുക്കാൻ കഴിയാന്ന്. അപ്പോൾ എൻ്റെ രാവിലെ പോകുമ്പോൾ റൂമൊന്നും സെറ്റാക്കാൻ കഴിഞ്ഞിട്ടില്ല, വൃത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ റൂമിൻ്റെ കോലെല്ലാം അങ്ങ് എത്തിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ വെച്ചാൽ റൂം എല്ലാം വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ബെല്ലിങ്ങനെ വൃത്തിയാക്കിയിട്ടല്ല, ഇങ്ങനെ പിരിച്ചിട്ടെല്ലാം എല്ലാം സെറ്റാക്കി വെക്കാന്നത്. രാത്രി കിടക്കുന്നതായതുകൊണ്ട് അവിടെ തന്നെ സൈഡ് എടുത്ത് വെച്ചതാണ്. അങ്ങനെ പിരിച്ചിട്ടെല്ലാം വെച്ച്. അപ്പോൾ ടേബിൾ നോക്കുമ്പോൾ ഫുള്ളും ആ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിരിച്ച് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് റെഡി സെറ്റാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. മീത്തെ അനിയത്തിക്ക് ഗിഫ്റ്റ് ഇട്ട് ഇതാണ്. പിന്നെ താഴെ കുഞ്ഞിൻ്റെ പൗഡർ, നമ്മൾ നോർമലി പൗഡർ, റൂം സ്പ്രേ, പിന്നെ താഴെ ബോഡി ലോഷൻ സ്പ്രേ, സൺസ്ക്രീം അങ്ങനെയെല്ലാം. പിന്നെ ഇവിടെ കുഞ്ഞിൻ്റെ ബേബി വിറ്റ, പിന്നെ അതിൻ്റെ കുറച്ച് മരുന്നും കാര്യം, പിന്നെ കുഞ്ഞിൻ്റെ മരുന്ന്, പിന്നെ ആടെ കുഞ്ഞിൻ്റെ എണ്ണ അങ്ങനെയുള്ള ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവണമെന്നില്ല. എൻ്റെ അനിയൻ്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം എടുക്കുമ്പോൾ 10,000 എണ്ണം വലിച്ചിടും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെ അനിയൻ്റെ. ഡ്രസ്സായാലും എന്തായാലും അങ്ങനെ ഒന്നെടുക്കണമെങ്കിൽ എല്ലാം വലിച്ചിടും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മഗ്‌രിബായി ഉമ്മ നിസ്കരിച്ചെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബിഗ് ബോസ് കാണാമെന്ന്. ബിഗ് ബോസ് കഴിയാനായല്ലേ, ബേജാറാന്ന്. നമ്മൾ എല്ലാ എപ്പിസോഡും കാണലുണ്ട്. ബിഗ് ബോസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇരുന്ന് ബിഗ് ബോസ് കാണാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, നല്ല നല്ല വീഡിയോ വരുന്നവർക്ക്